ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കർക്കിടക മാസത്തിൽ സ്കിൻ കെയർ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ പാർട്ടാണല്ലോ നമ്മൾ സെൽഫ് കെയർ, സ്കിൻ കെയർ ഒക്കെ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് മാസമാണ് ഈ ഒരു കർക്കിടക മാസം. അപ്പോൾ ലെറ്റ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ മോർണിംഗ് റൊട്ടീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ ചായ കുടിക്കാറില്ല, വെള്ളം കുടിക്കാറുള്ളത്. തലേ ദിവസം ABC ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ പഴവും എഗ്ഗൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചിട്ട് കർക്കിടക തേച്ചുകുളി സ്റ്റാർട്ട് ചെയ്യാം. കർക്കിടക തേച്ചുകുളിയിൽ ഫസ്റ്റ് നമ്മൾ തലയിൽ എണ്ണ തേച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇത് ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ തലയിൽ എണ്ണ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഹെയർ ഗ്രോത്ത് പെട്ടെന്നാവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഹെയർ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഹെയർ പാക്ക് സെറ്റ് ചെയ്യണം. നമുക്ക് ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ എടുത്തിട്ടുള്ളത് കഞ്ഞിക്കൂർക്ക, തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഉലുവ, പിന്നെ ചെമ്പരത്തി, കഴിക്കണ വേപ്പിൻ്റെ ഇല, ഇതൊക്കെയാണ് ഈ ഒരു പാക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അലർജി, തുമ്മൽ അങ്ങനത്തെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേച്ചർ അനുസരിച്ചിട്ടുള്ളൊരു ഹെയർ പാക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അതൊരു 5 മിനിറ്റ് തലയിൽ വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അടുത്തതായിട്ട് ദേഹത്ത് മുഴുവൻ എണ്ണ തേച്ചിട്ടുള്ള കുളിയാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് നാൽപ്പാമരാതി വെളിച്ചെണ്ണയാണ്. സ്കിന്ന് ബ്രൈറ്റ് ആവാൻ, സോഫ്റ്റ് ആവാൻ, സൺ ടാൻ മാറാൻ, സ്കിന്നിലത്തെ പാട് മാറാനൊക്കെ ഈ ഒരു നാൽപ്പാമരാതി വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഔഷധ എണ്ണ ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു ചൂടോട് കൂടിയിട്ട് കയ്യിലും കാലിലും നമ്മുടെ ജോയിൻസിലൊക്കെ ഈ എണ്ണ തേച്ചിട്ട് സാവധാനം ടൈം എടുത്ത് ഒരു 5-10 മിനിറ്റൊക്കെ എടുത്തിട്ട് മസാജ് ചെയ്തിട്ട് കുളിക്കുന്നത് വേദന കുറയ്ക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എഫക്റ്റീവാണ്. നാൽപ്പാമരാതി ഓയിൽ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാറില്ല. എനിക്കത് ഫേസിൽ സ്യൂട്ട് ആവില്ല, കാരണം പിമ്പിൾസ് വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു ഫേസ് പാക്ക് മാത്രമാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അടുത്തതായിട്ട് നമ്മളെ ശരീരത്തിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഒരു ബോഡി പാക്ക് പ്രിപ്പയർ ചെയ്യണം. ഈ പാക്ക് ശരീരത്തിൽ ഒരു 5-10 മിനിറ്റ് വരെ വെച്ചതിൻ്റെ ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ കോട്ടക്കലിൻ്റെ ഇതുപോലത്തെ ബേബി സോപ്പ് യൂസ് ചെയ്യുക. ഇത് നല്ല ഏത് മൈൽഡ് സോപ്പ് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മളുടെ ദേഹത്ത് തേച്ചിട്ടുള്ള ഈ ഒരു എണ്ണ കഴുകി കളയുക. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ബാത്ത് പൗഡർ ഉണ്ട്, ആ ഒരു പൗഡർ വെച്ചിട്ടാണ് പാക്കായിട്ട് ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പാക്ക് ഉണ്ടാക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് ഉലുവ, പിന്നെ കുറച്ച് നവരനെല്ല്, ഓട്സ്, ലേശം മഞ്ഞൾ, രാഗി പൗഡർ, ഇതൊക്കെയാണ് കേട്ടോ ആഡ് ചെയ്യണത്. ഓട്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ പോകാനും ഡാർക്ക് സ്പോട്ടൊക്കെ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഈ രാഗി, നവരനെല്ലൊക്കെ സ്കിന്ന് ബ്രൈറ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നന്നായി പൊടിക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യം ഒരു സ്ക്രബിങ് എഫക്റ്റ് ഒക്കെ കിട്ടണം. അതിൻ്റെ ശേഷം ഞാനിതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം പേരടലയും നാൽപ്പാമരാതി കട്ടയിട്ട് തിളപ്പിച്ച വെള്ളമാണിത്. രാത്രി ഇതുപോലെ തിളപ്പിച്ചിട്ട് കഴിഞ്ഞാൽ രാവിലെ ഒന്ന് കുളിക്കുന്ന നേരത്തൊന്ന് ചൂടാക്കിയിട്ട് കുളിച്ചാൽ മതി. ഇതാണെങ്കിൽ മേലുവേദന മാറാനും സ്കിന്ന് ബ്രൈറ്റ് ആവാനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യും. ഈ ഒരു നാൽപ്പാമരാതി കട്ട ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം, ഇതാണ് നാൽപ്പാമരാതി കട്ട. ഇത് നമ്മളുടെ ആയുർവേദ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. തല കഴുകാൻ ഈ വെള്ളം ഉപയോഗിക്കേണ്ട, മേല് കഴുകാൻ മാത്രം ഉപയോഗിച്ചാൽ മതി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ധൂപനം ചെയ്യുക. എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ചെയ്യണില്ല. ഡെലിവറി കഴിഞ്ഞ ടൈമിൽ ഞാനൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ അവിടുത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ. കാരണം ഒരു ഫ്രഷ് ഫീല് നമുക്ക് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ. കർക്കിടക മാസമായി കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ കർക്കിടക കഞ്ഞി. അപ്പോൾ കർക്കിടക കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായി. പിന്നെ അതേപോലെ തന്നെ ഉലുവ വരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. എത്ര ദിവസമാണോ പറ്റുന്നത് അത്ര ദിവസം ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ചെയ്ത് നോക്കുക.
അപ്പോൾ ശരി, ബായ്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.